ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു ബ്ലോസിൻ്റെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നെ ഉണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം കുറേ ദിവസം കൊണ്ട് കല്യാണം 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 എന്ന് പറഞ്ഞ് മനുഷ്യനെ ഇട്ടുകൊണ്ട് വട്ട് കളിപ്പിക്കുന്നുണ്ടായിരുന്നല്ലേ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരുടെ കല്യാണം എന്നൊക്കെ. അപ്പം ചുമ്മാ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ ഒക്കെ പറഞ്ഞു. അപ്പം ഈ വീഡിയോ ഇടുന്നത് കല്യാണത്തിൻ്റെ അന്നാണ് കേട്ടോ. ഇപ്പം ഈ വീഡിയോ വരുമ്പോഴത്തേക്കും കല്യാണത്തിൻ്റെ ഞങ്ങളുടെ എല്ലാ ഒരുക്കങ്ങളും കാര്യങ്ങളും അങ്ങോട്ട് പോകാനുള്ള ദക്ഷിണ കൊടുപ്പും അമ്പലത്തിലോട്ട് പോകാനുള്ള ദക്ഷിണ കൊടുപ്പും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ കല്യാണം എൻ്റെ മകൻ്റെ കല്യാണമാണ് കേട്ടോ. അതായത് എൻ്റെ ചേച്ചിയുടെ, കോട്ടയത്തെ ചേച്ചിയുടെ രണ്ടാമത്തെ മോൻ്റെ കല്യാണമാണ്. മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞ് 2-3 വർഷമായി. ഇപ്പം ഇവൻ പുറത്തൊക്കെ പോയതായിരുന്നു. പുറത്തൊക്കെ പോയി എന്താ പറയുന്നത്, നമ്മളെ എന്നെ കാർ ഓടിക്കാനൊക്കെ പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? ഗ്രൗണ്ടിൽ വന്നിട്ട് അവൻ്റെ കാറാണ് മാതാവിൻ്റെ മുമ്പിൽ ഏറ്റവും ഫസ്റ്റ് ഓടിച്ചത്. അച്ചു ബാബു എന്നാണ് പേര്. അച്ചുക്കുട്ടൻ, അച്ചു ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. അപ്പം എന്നാ പറഞ്ഞത്, സ്വന്തം കുഞ്ഞിനെ പോണൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര സ്നേഹമുള്ള മക്കളാണ് 2 കുഞ്ഞുങ്ങളും. ചേച്ചിയുടെ പിള്ളേർ. അച്ചു ആണെങ്കിൽ സ്കൂൾ അടയ്ക്കാൻ നോക്കിയിരിക്കുമായിരുന്നു. ചിറ്റ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരും. എന്നിട്ട് എൻ്റെ മക്കളുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പം അച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി ഉരുണ്ട് നല്ല സൂപ്പർ നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മകൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇടിയിപ്പിച്ച് നോക്കും. എൻ്റെ മകനൊന്നും അത്ര വലിയ ഓവറും ഇല്ലായിരുന്നു. അപ്പം ജുബായൊക്കെ ഇങ്ങനെ നടത്തും കേട്ടോ. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് അത് ഓർമ്മ വന്നേ. ഒരു വെള്ള ജുബായൊക്കെ ഇടിപ്പിച്ചിട്ട് നടന്നു പോയാലേ. അപ്പോൾ ബട്ടർപ്പ് ഓർക്ക ഇരിക്കുന്ന അച്ചു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറേ കൂടെ ഓർഡർ വെച്ചിട്ടുണ്ടോ ചിറ്റേന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അച്ചുകുട്ടൻ്റെ കല്യാണമാണ്. കുമാരനെല്ലൂർ അമ്പലത്തിൽ വെച്ചാണ്. അപ്പോൾ കുമാരനെല്ലൂർ അമ്പലത്തിൽ എൻ്റെ തൊട്ടടുത്തുള്ള 2 ഫാമിലി മെമ്പേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സിന്ധുമ്മ വരുമ്പോൾ ഇവിടെ വരാമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കും കാര്യമൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പറ്റുവാണെങ്കിൽ നമ്മൾ പോകണമെന്ന് കരുതുന്നു. പിന്നെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഉണ്ണിമോൻ്റെ കല്യാണത്തിന് ഞാനൊരു ഷർട്ടും പിന്നെ ആ മോക്ക് ഒരു ചുരിദാറുമാണ് മേടിച്ചു കൊടുത്തത് കേട്ടോ, നെറ്റിൻ്റെത്. അവർ വന്നിട്ട് കെട്ട് കഴിഞ്ഞ് വന്നിട്ട് പിറ്റേ ദിവസം പോയപ്പോൾ അതിട്ടുകൊണ്ടാണ് പോയത്. അത് കണ്ടപ്പോൾ ഒത്തിരി എനിക്ക് സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ അപ്പം ഇവൻ്റെ പെണ്ണിനും ഈ പെങ്കൊച്ചും പുറത്ത് തന്നെയാണ്. അപ്പോൾ ഇവക്ക് ഒരു ജീൻസിൻ്റെ ഒരു ടോപ്പും അവനൊരു ഷർട്ടും വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ ഞാൻ വൈകിട്ട് വിളിച്ചപ്പോഴത്തേനും അവർ കടയിലിരിക്കുക, ഡ്രസ്സൊക്കെ എടുക്കുവാടിയെന്ന് പറഞ്ഞു. ചേച്ചി ഒരു സാധനം മേടിക്കേണ്ട, ചുമ്മാ ഇങ്ങോട്ട് വന്നേച്ചാൽ മതി, ഒന്നും മേടിക്കേണ്ടടി, നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒന്നും ഇഷ്ടപ്പെടത്തില്ല, അതിനെല്ലാം ഭയങ്കരമായിട്ട് വണ്ണം വെച്ചടി, ഭയങ്കര തടിയനടി, അതുകൊണ്ടൊന്നും വേണമെന്നുണ്ട്. അപ്പോൾ അവൻ്റെ കൊടുത്തു. അച്ചു പിന്നെ പറഞ്ഞു, ചിറ്റ ഒന്നും മേടിക്കേണ്ട, ചിറ്റ വന്നാൽ മതി, ഒന്നും മേടിക്കേണ്ട കേട്ടോ, ഒരു സാധനം മേടിക്കേണ്ട, ചിറ്റപ്പിനും വന്നേച്ചാൽ മതി, ഒന്നും മേടിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു സാധനം എന്തെങ്കിലും ഒന്ന് മേടിച്ചോണ്ട് പോട്ടെ. അപ്പം ആ മോളുടെ അളവൊന്നും എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ആ കുഞ്ഞ് നമ്മുടെ വീട്ടിലോട്ട് ആദ്യം വരുന്ന ഒരു കുഞ്ഞല്ലേ. ഞാൻ എൻ്റെ മക്കൾക്ക്, ഏത് മക്കളെ നമ്മുടെ കുടുംബത്തോട്ട് കിട്ടിയ മക്കൾക്കൊക്കെയും ഞാൻ എന്താ പറയുന്നത്, ഒരു ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുത്താണ് കണ്ടേക്കുന്നത്. ഒരു ഡ്രസ്സോ അല്ല എന്തെങ്കിലും സമ്മാനം മേടിച്ച് ഫസ്റ്റ് കണ്ടപ്പം ഞാൻ സമ്മാനം മേടിച്ച് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് എല്ലാവർക്കും. അല്ലാണ്ട് ഇപ്പം ഇവരോട് മാത്രം ഒരു ഇതൊന്നുമല്ല. ആദ്യം ഞാൻ എവിടെ വെച്ചാണോ ഓരോരുത്തരെയും കണ്ടത്, അപ്പോൾ അങ്ങനെ അവിടെ വെച്ചൊരു കുട്ടി സമ്മാനമാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞോണ്ട് കാരണം നമ്മുടെ ഉണ്ണിമോനെ ആദ്യം കണ്ടപ്പോൾ ഉണ്ണിമോനെ കൊച്ചിന് ഒരു ചുരിദാറാണ് മേടിച്ചു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ അച്ചുകുട്ടൻ്റെ ഒരു ടോപ്പ് മേടിച്ചു കൊടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ അതിനിടയ്ക്ക് ഒരു കോൾ വന്നാണ് കേട്ടോ. നമുക്ക് ദൈവമായിട്ട് ഓരോ കുഞ്ഞുങ്ങളെ തരുമ്പോൾ നമുക്ക് അതുങ്ങളോട് ഒരു സ്നേഹവും ബഹുമാനവും റെസ്പെക്റ്റും ഒക്കെ തന്നെയാണ്. എൻ്റെ മനസ്സിൽ അത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മക്കളല്ലേ ഇത് ചിലപ്പോൾ വഴക്കൊക്കെ പറഞ്ഞതൊക്കെ ഇരിക്കും, അതൊക്കെ സ്വാഭാവികം, അതെല്ലാത്തിനും പറയും കേട്ടോ. ഇപ്പോൾ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം ഫോട്ടോ ഉണ്ടായിരുന്നു. കോട്ടയത്ത് ചെല്ലുമ്പോൾ കോട്ടയത്തെ കുഞ്ഞുങ്ങളോട് വഴക്കുണ്ടാക്കും, മുണ്ടക്കത്തെ ചെല്ലുമ്പോൾ മുണ്ടക്കത്തെ പിള്ളേരോട് വഴക്കുണ്ടാക്കും. അതൊക്കെ അപ്പോൾ അവിടെ കഴിയും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത് നീണ്ടു പോകുന്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആംബുലൻസ് പോകുന്നുണ്ട്, ദൈവമേ എൻ്റെ ഈശ്വര. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അവർക്ക് രണ്ടും കൂടെ എന്തെങ്കിലും ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും ഒരു സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. എല്ലാ അവന്മാർ തന്നെ രണ്ടുപേരും മിടുക്കന്മാരാണ്. അവർ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം നല്ല ലെവലായി. ഇപ്പം 26 വയസ്സ് 27 വയസ്സാകാറായപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. അപ്പം ആ ഒരു ഏജൊക്കെ നല്ലതല്ലേ. എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുത്തതിന് ശേഷമാണ് കേട്ടോ അവർ ഇതായത്. അപ്പോൾ അവർക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും നമ്മൾ പോകുമ്പോൾ എന്തായാലും ഒരു കുട്ടി സമ്മാനം കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്നാ മേടിക്കുന്നത്. അമ്മു പിന്നെ ഓൾറെഡി ഷർട്ടും മുണ്ടും ഒക്കെ മേടിച്ചിട്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തന്നിട്ടുണ്ട്. വലിപ്പം ചേരുമെന്നൊക്കെ ഉടനെ തമ്മിൽ അറിയാതെ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു വേറൊരു സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ 2 പേർക്കും ഉപകാരപ്രദമാവുകയും ചെയ്യും, നമുക്കൊരു
കുഞ്ഞ് സമ്മാനം കൊടുത്തു എന്നുള്ളൊരു സന്തോഷം. അങ്ങനെ പോകാനായിട്ട് ഞാൻ ഉപ്പാറ വരെയെന്ന് പോവാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഉച്ചേച്ചിയുടെ മോൻ്റെ കല്യാണം എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അന്നേരം എനിക്ക് ഭയങ്കര പനിയും ചീറ്റലും കൊറോണ ടൈം ആയിരുന്നു. ഭയങ്കര അസ്വസ്ഥതയും കാര്യവും ദേഹം വേദനയും ഭയങ്കര ഇതായിരുന്നു. കൊറോണയാണെന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകാതെ പേടിച്ചൊക്കെ ഇരുന്ന ഒരു സ്റ്റേജായിരുന്നു അന്ന്. അതുകൊണ്ട് എനിക്ക് സനീഷിൻ്റെ കല്യാണം കൂടാൻ പറ്റിയിട്ടില്ല. ഇനി അവനെയും സഞ്ജനമോളെ കൂടെ വിളിച്ച് ഒരു ദിവസം ഇവിടെ കൊണ്ട് നിർത്തി ഒരു നേരം ഫുഡൊക്കെ കൊടുത്ത് എന്തെങ്കിലും അതൊക്കെ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനമൊക്കെ കൊടുക്കണം. പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. മാളുട്ടിക്ക് കൊടുത്ത് കേട്ടോ. അവർക്ക് എല്ലാ സാധനവും ഉള്ള എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കാനായിട്ടൊക്കെ പറ്റി. നല്ല രീതിയിൽ അവിടെ കല്യാണം അടിച്ചു പൊളിക്കാനും പറ്റി കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് സൂപ്പറായിരുന്നു. മാളുവിൻ്റെ കല്യാണം ഒന്നും പറയാനില്ല. ഉണ്ണിയുടെ കല്യാണം സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങളുടെ കുടുംബത്തെ ഇനി അടുത്ത നല്ല രീതിയിലുള്ള ഒരു കല്യാണം വരുന്നതാണ് അച്ഛൻ്റെ. അപ്പോൾ അച്ഛൻ്റെ കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും നല്ല രീതിയിൽ എല്ലാ കാര്യവും നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞുമക്കൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു തരാം കേട്ടോ. അവരുടെ ജീവിതം എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കാനായിട്ടൊക്കെ. അപ്പം ഞാൻ എൻ്റെ പോകാനായിട്ട് വേണ്ടിയിട്ട് എനിക്ക് ഒരു നെയിൽ പോളിഷ് വാങ്ങിക്കണം. അതുകൊണ്ടൊക്കെ തന്നെ കാലയിലെ ഇതൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഒരു റിമൂവറും മേടിക്കണം. അങ്ങനെ കുട്ടി കുട്ടി ഇച്ചിരി ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ ഉപ്പറയ്ക്ക് കൊണ്ട് 1-2 വേറെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ചെയ്തിട്ട് ഞാൻ വരാം. അപ്പോൾ എന്നാ സമ്മാനം കൊടുക്കുന്നതെന്നൊക്കെ ഞാൻ മേടിച്ചോണ്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ പോയിട്ട് വരട്ടെ. മഴയായിരുന്നു കേട്ടോ. ഞാൻ പോയപ്പോൾ അതുകൊണ്ട് ഞാൻ കുട സ്കൂട്ടി കൊണ്ടുപോയില്ല, കുട കൊണ്ടുപോയി. മഴയാണല്ലോ എന്ന് വിചാരിച്ച് പോയിട്ടൊക്കെ തിരിച്ചു വന്നു. ഈ ഒരു സൂത്രമാണ് ഞാൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി മേടിച്ചിരിക്കുന്നത്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ മേടിച്ചിരിക്കുന്നത് റിമൂവറ്. പിന്നെ ആ റിമൂവറാണ് ഒന്നുകൂടെ നല്ല, പക്ഷെ കോട്ടൺ മേടിക്കണമെന്ന് കേട്ടോ, അത് മറന്നുപോയി. പിന്നെ 2 ഷാമ്പു ആണ്. ഞാൻ മറ്റേ ഷാമ്പു കിട്ടിയില്ല. ഇനി എനിക്ക് എൻ്റെ തലയിൽ ഹെന്നയൊക്കെ ചെയ്യണം. ഇനി ഇതാണ് അമ്മ എപ്പോഴും മേടിക്കുന്നത്. അത് മേടിച്ചിട്ടുണ്ട്, എങ്ങനെ ആവുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ 2 നെയിൽ പോളിഷും മേടിച്ചിട്ടുണ്ട്. 2 കളർ മേടിച്ചിട്ടുണ്ട്. ഇതിലേതൊരു ഒരു കളർ ഞാൻ കയ്യിലിടിയല്ല നെയിൽ പോളിഷ്, കാലിലിടും. ഈ കാലിൽ 2 നാത്തിനും എനിക്ക് കേടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒരു വൃത്തികേടായിട്ടിരിക്കും, കറുത്തൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 നെയിൽ പോളിഷും കൂടെ മേടിച്ചു. ഇതൊക്കെയാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഷോപ്പിങ്. അങ്ങനെയുണ്ട്. ഇനി ഞാൻ സ്വന്തമായിട്ട് എൻ്റെ മുഖത്ത് വന്ന് എന്തെങ്കിലും ഒരു പായ്ക്കിടും. അവൾക്ക് എൻ്റെ തലയ്ക്ക് ഇച്ചിരി ഹെന്ന ചെയ്യും. അതൊക്കെയാണ്. അപ്പം ഭയങ്കര വെയിൽ. അങ്ങോട്ട് പോയപ്പോൾ മഴ ചാറിയതുകൊണ്ട് ഞാൻ സ്കൂട്ടി കൊണ്ടുപോയില്ല. ഇങ്ങോട്ട് വരാൻ നേരം ഭയങ്കര വെയിൽ കേട്ടോ, നല്ല വെയിൽ. അപ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷം. ഈ ചൂടെടുത്ത് പരവേശം എടുത്തു കേട്ടോ. ഞാനപ്പം തലമുടിയൊക്കെ ഒന്ന് ഹെന്ന ചെയ്യാനായിട്ട് പോവാണ്. ഒരു ശകലം മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ നിങ്ങളെ ഇത് കാണിച്ചെടുക്കും. ഇത് എങ്ങനെയാണ് കൊച്ചിട്ടേന്ന് ഞാൻ അറിയിക്കുന്നത്. ഈ കവറിനകത്ത് കേട്ടോ കറക്റ്റായിട്ട് ഇറക്കി പൊട്ടിപ്പോയെങ്കിൽ വേറെ കവറ് നോക്കട്ടെ. അപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് അച്ചുക്കുട്ടന് വേണ്ടിയിട്ട് മേടിച്ചിരിക്കുന്ന സാധനം ഇതാണ് കേട്ടോ. ഇതാകുമ്പം 2 പേരും ഉപയോഗിച്ചോളൂ അല്ലേ. അപ്പം ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ, നല്ല അടിപൊളി സംഭവം കണ്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് എൻ്റെ കുട്ടി ഗിഫ്റ്റ്. എൻ്റെ ചേട്ടായുടെ കേട്ടോ. തലയൊക്കെ ചാണകം തേച്ച് വെച്ചോണൊക്കെ ഹെന്നയൊക്കെ കുഴച്ച് തേച്ച് വെച്ചു. ഇപ്പം കല്യാണിക്കുട്ടി കയറി വന്നിട്ട് ചോദിച്ചു, ഇത് എന്നാ സിനിമ ചാണകമോ പശുവിൻ്റെ അപ്പിയോ? നമ്മൾ പശുവിൻ്റെ അപ്പി അടി എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. അപ്പം പശുവിൻ്റെ അപ്പി തലയിൽ തേച്ചു. ഇനി കോഴിയുടെ അപ്പി മുഖത്ത് തേക്കാൻ പോവാണോ എന്ന് ഇവിടെ ചോദിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൂടിയാണ് കേട്ടോ. ഇത് നെസ്കോഫി പൊടിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ള ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ച് പതപ്പിച്ച് സെറ്റാക്കി ഞാൻ വെച്ചേക്കാണ് കേട്ടോ. നമ്മുടെ മുഖത്തിന് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ നമുക്കിട്ടാൽ ഒത്തിരി നല്ലതാണ് കേട്ടോ. നല്ല ഗ്ലേസിങ്ങും വരും, മുഖത്തിന് അത്യാവശ്യം നല്ല നിറവും വെക്കും. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഒത്തിരി നമുക്കൊരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിനൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ, ഇങ്ങനെ തളതളാന്നും ഒക്കെ ആകത്തില്ലേ. അപ്പോൾ ഒരു മുഖത്തിനൊരു മുറുക്കവും കാര്യങ്ങളും ഒക്കെ കിട്ടും. മുട്ടയുടെ വെള്ളം ഒത്തിരി ഗുണമുള്ളതല്ലേ നമ്മുടെ സ്കിന്നിനാണെങ്കിലും മുടിക്കാണെങ്കിലും പല്ലിനാണെങ്കിലും എല്ലിനാണെങ്കിലും ഒക്കെ. മുട്ടയുടെ വെള്ളയും കോഫി പൗഡറുണ്ട്. അത് ഏത് കോഫി പൗഡറാണെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ലേശം നാരങ്ങാനീര് കൂടെ ചേർക്കാം. പക്ഷേ ഞാൻ നാരങ്ങാനീര് ചേർത്തിട്ടില്ല. ഇപ്പോൾ കാപ്പിപ്പൊടിയും 2 സാധനം മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ ഇവനെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ മുഖത്തോട്ട് കണ്ടോ. അപ്പം നമ്മുടെ എണ്ണ ഉണങ്ങുന്ന സമയത്ത് പിന്നെ നമുക്ക് മുഖവും വൃത്തിയാക്കാൻ പറ്റുമല്ലോ. അത്ര സമയം ഏതായാലും നമ്മൾ ചുമ്മാ ഒന്നും ചെയ്യാണ്ടിരിക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ മുഖവും നീറ്റാവും. ഇത് കണ്ടാൽ ശരിക്കും ചോദിക്കും കേട്ടോ അവള്, ഇത് എന്നാ സിനിമ കോഴിയുടെ അപ്പിയാണോ എന്ന്. ഏതായാലും വന്ന് നോക്കിയിട്ട് എൻ്റെ തലയിലൊക്കെ ചാണകമെന്ന് ഓർത്തുകൊണ്ട് വടാന്ന് ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ചെയ്യൂ.
ഫിറ്റ് കേസാണ് അവളുടെ കാര്യം. പഠിത്തമുള്ളതുകൊണ്ടേ അല്ലാത്ത ദിവസം കയറി വരാൻ പറ്റുന്നില്ലാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടൊരു ഓവൽ തന്നെ കയറി വന്ന ഇന്ന്. പാവം കണ്ടോ, ഇങ്ങനെ മൂക്കിൻ്റെ അവിടെ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഹെന്നയൊക്കെ ചെയ്ത് കുട്ടപ്പിയായി. മോഹമൊക്കെ ഒന്ന് നല്ല ഒരു എന്താ പറയുന്നത്, നല്ല അടിപൊളി ഒരു പാക്കൊക്കെ ഇട്ട് ഇച്ചിരി ഗ്ലൈസിങ് ഒക്കെ വന്നിട്ടല്ലേ, ഇച്ചിരി നിറമൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേരൊക്കെ എടുത്താണ് കേട്ടോ. കമ്മലും മാലയും ചെയിനും ഒക്കെ ഊരി കഴുകി കുറച്ച് നേരം ഷാമ്പൂവിനകത്തിട്ട് വെച്ചിട്ട് നല്ല നീറ്റാക്കി കഴുകി. കണ്ടോ, നിറം വെച്ചിട്ടില്ലേ കമ്മലിനൊക്കെ. അപ്പോൾ അങ്ങനെ ഇനിയാണ് ടാസ്ക് പിടിച്ച പണി. കൈയൊക്കെ സൂപ്പറാക്കി നീറ്റാക്കി നഖമൊക്കെ വെട്ടി എല്ലാം അടിപൊളിയാക്കി. പക്ഷേ കാല് അതൊരു മുട്ടൻ പണിയാണ്. കാരണം നഖം ഭയങ്കര കട്ടിയാണ്, വെട്ടാനും പറ്റത്തില്ല, ഭയങ്കര ഇതാണ്. നെയിൽ പോളിഷ് അതിന് ഞാൻ അടിച്ചടിച്ച് എത്ര കോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് അതിൽ. ഇനി അവനെയെല്ലാം ഒന്ന് കളഞ്ഞ് നീറ്റാക്കണം. അത് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അതായത് എല്ലാ പണി കഴിഞ്ഞ് ലാസ്റ്റ് ചെയ്യാതെ വിചാരിച്ചോണ്ട് വെച്ചോണ്ടിരുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് എൻ്റെ ഒരു കാലിൻ്റെ പരുവം. ഈ തള്ളവരൽ രണ്ടും ഉണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ നഖം മാതിരിയല്ല, ഭയങ്കര കട്ടിയാണ്, വെട്ടാനൊന്നും പറ്റത്തില്ല. അത് തന്നെയല്ല ദശയോട് ചേർന്ന് വരും. അപ്പം 2 പ്രാവശ്യം വെച്ച് 2 കാലിൻ്റെ നഖം പറിച്ചതാണ് കേട്ടോ. ഇപ്പം വീണ്ടും അതൊരു പരുവത്തിലായിട്ടിരിക്കുകയാണ്. അപ്പം അത് വെട്ടാനും ഒന്നും ഞാൻ നോക്കുന്നില്ല. അത് എവിടെയെങ്കിലും നമുക്ക് പാർലറിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ശരിയാക്കാം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് നെയിൽ പോളിഷൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞ് നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എൻ്റെ ഈ 2 നഖവും കേടാ. ഇതുകൊണ്ടോ സർജറി ചെയ്ത് എടുത്ത് കളഞ്ഞാൽ കീറി എന്ത് പാടുവിട്ട് എടുത്ത് കളഞ്ഞാന്നറിയാം. അതുകൊണ്ട് തന്നെ ഇത് പിന്നെയും കുറച്ചുകൂടെ ഭേദമായിട്ടുണ്ട്. പക്ഷേ ഇതിനിപ്പം വേദന തുടങ്ങിയിട്ടുണ്ട്. ഇനിയും എടുത്ത് കളയേണ്ടി വരുമോ എന്നറിയത്തില്ല. ബാക്കി ഒന്നിനും കുഴപ്പമില്ല. ഇത് എൻ്റെ ചാച്ചൻ്റെ നഖം ഇങ്ങനെയായിരുന്നു ഇരുന്നേച്ചേ. പക്ഷേ ചാച്ചന് വേദനയൊന്നുമില്ല, പറിച്ചിട്ടും ഒന്നുമില്ല. എൻ്റേത് ഇത് രണ്ടും 2 പ്രാവശ്യം വെച്ച് പറിച്ചു. ഒന്ന് ഗൾഫിൽ വെച്ചായിരുന്നു എൻ്റെ അമ്മയെ സർജറി ചെയ്ത് നമുക്ക് ഇത്രയും കയറ്റി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചതുരം പോലെ മൊത്തം എടുത്ത് കളഞ്ഞതാണ്. അയ്യോ എൻ്റെ പൊന്നെ. എന്നിട്ട് ഇനി വരുമ്പോൾ നേരെയാവുന്നത് ഇത് കണ്ടോ, നിങ്ങളുടെയൊക്കെ നഖം ഇങ്ങനെ പൊങ്ങിയല്ലേ ഇരിക്കുന്നത്. ഇങ്ങനെ ഇതുണ്ട്, എൻ്റെ നഖം ആ ദശയിലും കൂടെ മുട്ടിയായിരിക്കുന്നത്. നഖമായിട്ട് വെട്ടാൻ പറ്റത്തില്ല. എന്നോ വേദനയാണെന്നറിയോ, ഒന്നും പറയണ്ട. അതെല്ലാം ഇങ്ങനെ ഈ കറുത്ത് പഠിച്ചൊന്നും ഇരിക്കുന്നത് എനിക്കിഷ്ടമില്ല. അതിന് ഞാൻ പൊതിഞ്ഞു ഉള്ള ക്യൂടെക്സ് മൊത്തം മാരിത്തേക്കും. പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു വെള്ളം ഇറങ്ങാതെ നന്നായിട്ട് നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തോളാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഒരു നഖം വെട്ടാനായിട്ട് എടുത്ത് വെച്ചേക്കുന്ന പ്രോപ്പർട്ടീസൊക്കെ നോക്കി. വലിയ കട്ടറ്, ചെറിയ കട്ടറ്, ബ്ലേഡ്, പിന്നെ കണ്ണാടി. അയ്യൊന്നും പറയണ്ട. കുറച്ച് സമയം എടുത്തെങ്കിലും കാലിൻ്റെ പുട്ടിവർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓരോ കോട്ടിട്ട് കൊടുത്തു കാലയിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇങ്ങനത്തെ നഖമുള്ള റെഡിയായവരാരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനിയും എനിക്ക് വേദന സഹിച്ച് നഖം പറിക്കാൻ പേടിയായി. ഇപ്പോൾ ഒരു ഒരെണ്ണത്തിന് വേദനയുണ്ട്. അപ്പം നമ്മുടെ കൊട്ടാരക്കരയിലെ ജ്യോതി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, പാർലറിലോ സലൂണിലോ ഇങ്ങോട്ടൊക്കെ പോയാൽ റെഡിയാക്കി തരുമെന്ന്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ മിനിറ്റിന് ഉടുപ്പ് മാർച്ചയാണോ? മിനിറ്റിന് ഉടുപ്പ് മാർച്ചയാണോ? ആണോ? എൻ്റെ അമ്മേ. സിന്ധുമ്മ ആ കേക്ക് തിന്നപ്പോഴേ, സിന്ധുമ്മ കേക്ക് മധുരം ഒന്നും തിന്നുന്നില്ല. അന്നേരം സുനിമപ്പ മേടിച്ചുകൊണ്ട് വന്നാ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വന്നപ്പോൾ 2 പീസ് കൊടുത്തു. ഇപ്പോൾ അവരുടെ സിന്ധുമ്മ തിന്നാൻ എടുത്തപ്പോൾ എന്നാൽ കൊച്ചിനെ തന്നേക്കാന്നോർത്ത് വിളിച്ചതാ. കൊച്ചിന് ക്യൂടെക്സ് ഉണ്ട്. സിന്ധുമ്മ കാല ക്യൂടെക്സ് ഒക്കെ ഇട്ട്. നല്ലതാണോ? ഇഷ്ടം പോലെ ഉണ്ടോ? ആണോ? എന്നാ പറഞ്ഞോ, ആര്യനോട് കൊടുത്തേരെ. എന്നാ പോ. കാറും കൊണ്ടാണോ? അല്ലേ, ബൈക്കിനാണോ, സ്കൂട്ടിയും കൊണ്ടാണോ? ഇന്ന് കൊച്ച് രാവിലെ തന്നെ കയറി വന്ന് ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞ് വന്നാൽ സിന്ധുമ്മ ഇന്ന് മൊത്തം അയിലും പോയേക്കുമായിരുന്നല്ലേ, കളിക്കാനും പറ്റിയില്ല. ഇനി അടുത്ത ദിവസം ആട്ടല്ലേ. കുറേ കല്യാണത്തിന് പോകാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി കേട്ടോ. ഞാൻ കല്യാണത്തിന് ഉടുക്കുന്ന സാരി ഇതാണ് കേട്ടോ. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്, ഒരു മോള് വാങ്ങിച്ചു തന്നതാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പച്ചയാണ് മുന്താണി. ഇതാണ് കേട്ടോ. അപ്പം ഉടുത്തിട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ.
ഇതായിട്ട് പതിൻ്റെ എൻ്റെ കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ ഇടുന്ന ഡ്രസ്സ് കേട്ടോ. അപ്പം ഞാനതുകൊണ്ട് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടായുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. ചേട്ടായിക്ക് ഓണമല്ലേ, അത് തന്നെയല്ല കല്യാണം തിങ്കളാഴ്ചയാണ് 9-ാം തീയതി. നമ്മുടെ 8 നോമ്പ് തീരുന്നതിൻ്റെ പിറ്റേ ദിവസം. അപ്പം 8-ാം തീയതി സൺഡേ അല്ലേ, സൺഡേ ആണ് നമ്മുടെ ഇവിടെ ഈ ഇടുക്കിയിലൊക്കെ ഉപ്പുതറയിലൊക്കെ കടയുള്ള ഓപ്പണുള്ള ദിവസം സൺഡേ ആണ്. എന്താണെന്ന് വെച്ചാൽ എസ്റ്റേറ്റ് മേഖല എന്നൊക്കെ എല്ലാവരും പണിയും കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് ശമ്പളം കിട്ടത്തുള്ളൂ. ഞായറാഴ്ചയാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത് ദിവസം സാധനങ്ങളൊക്കെ പിടിക്കാൻ വേണ്ടി. പിന്നെ ഇന്ന് ഞാൻ ഇതൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ ഞാൻ പോയപ്പോഴത്തേക്കും ചേട്ടൻ്റെ കടയിൽ കയറ്റുള്ളൂ. അപ്പോൾ സാധനങ്ങളെല്ലാം വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. അതെല്ലാം ഓർഡർ അനുസരിച്ച് കറക്റ്റാക്കി വെക്കണമെങ്കിലും കുറേ ടൈം എടുക്കും. സാധനങ്ങൾ ഓരോരുത്തർ വരുമ്പോൾ എടുത്ത് കൊടുക്കുകയും ചെയ്യണം, പിന്നെ അതെല്ലാം ഓർഡർ ആക്കി വെക്കുകയും ചെയ്യണ്ടേ. ഇന്ന് രാവിലെയും കലണ്ടറിലൊക്കെ പോയി നോക്കിയിട്ട് പറഞ്ഞു, ഈ 8-ാം തീയതി അല്ലേ, ഞായറാഴ്ചയല്ലേ, എന്നാ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് എനിക്ക് ചേട്ടൻ്റെ കാര്യം ഉറപ്പറത്തില്ല. ചേട്ടായിക്ക് തൊഴിൽ നമ്മുടെ ഒരു പണി അത്രയോ ഉത്തരവാദിത്തമായിട്ടൊരു കാര്യം ഏറ്റാലും ചേട്ടായിക്ക് അങ്ങനെ ഒരു ഭയങ്കര കർശന ഒരു ഇതുണ്ട്. പിന്നെ ഈ ഓണത്തിൻ്റെ ഈ സമയമല്ലേ, അതുകൊണ്ട് ഉണ്ണിയുടേന് പോയി അടിച്ചു പൊളിച്ച് തകർത്തതാണ് കേട്ടോ. മാളൂട്ടിയുടേനാണ് ഒരു അതെ പോയി അടിച്ചു പൊളിച്ച് തകർന്നതാണ്. അപ്പം നീ പോയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോകും. ഇവിടുന്ന് എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്ന് സന്തോഷം അവരെല്ലാവരും തലേദിവസം പോവും, ഞാനും തലേദിവസം പോവും, അമ്മുമൊക്കെ തലേദിവസം വരും എന്നാണ് പറഞ്ഞത് വെക്കുന്നത്. അപ്പം തലേദിവസം വന്നിട്ട് ഒന്നെങ്കിൽ നമ്മൾ കല്യാണ വീട്ടിൽ എല്ലാവർക്കും കൂടെ തങ്ങാനുള്ള ഇടയുണ്ടെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചിട്ട് പറഞ്ഞത് ഇവിടെ ഇഷ്ടം പോലെ ഇടയാണ്. നമ്മൾ 2 ഫാമിലി മെമ്പേഴ്സ് വിളിച്ചിട്ടുണ്ട് കേട്ടോ. സിന്ധമ്മ ഒന്നും നോക്കട്ടെ, ഇങ്ങോട്ടേക്ക് പോരാ, അമ്മും വിഷ്ണുവും കുഞ്ഞും ഒക്കെ ഇങ്ങ് പോരാ, ഇവിടെ ഇടയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുമാരനെല്ലൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. സ്ഥലപ്പേര് പറഞ്ഞായിരുന്നു. അയ്യോ ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ വിളിക്കാമല്ലോ, കോണ്ടാക്ട് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ 2 കൂട്ടർ വിളിച്ചിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞുകൊണ്ട്. പിന്നെ ഇതല്ലെങ്കിൽ ഒരു റൂം എടുക്കാം, കൊച്ചുള്ളത് കൊണ്ട് അമ്മൂനൊക്കെ മടിയാണ്. നമ്മളൊരു വീട്ടിലോട്ട് പോകുമ്പോഴത്തേന് ഇതെല്ലാം കുഞ്ഞാകുമ്പോഴേ അവൾക്കൊരു ബുദ്ധിമുട്ടാകത്തില്ലേന്ന് എഴുതി. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോഴൊരു റൂം എടുക്കുമായിരിക്കും. റൂം എടുക്കുകയാണെങ്കിൽ ഞാനും പിള്ളേരും ആയിട്ട് റൂം എടുത്തിട്ട് പിന്നെ രാവിലെ ആണെങ്കിൽ നമുക്ക് ഒരുങ്ങി വൃത്തിക്ക് പോകാമല്ലോ. ഈ കല്യാണ വീട്ടിൽ കിടന്നു കഴിഞ്ഞാലേ രാവിലെ സാരി കൊടുക്കുക എല്ലാം ഭയങ്കര തിരക്കും ഓളം ബഹളം ഒക്കെ ആയിരിക്കുമല്ലേ. അപ്പം അങ്ങനെ അപ്പോൾ അമ്മു എന്തോ വലിയ വെറൈറ്റി ഡ്രസ്സൊക്കെ എടുത്ത് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. കൊച്ചിനാണെങ്കിൽ എന്തെങ്കിലും നന്നായിട്ടൊന്ന് ഫുഡ് മേടിച്ച് കഴിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവളും വിശന്നൊക്കെ ആണെങ്കിൽ തലേദിവസം തന്നെ പോന്നേക്കാന്ന് അതാ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഛർദ്ദിക്കുകയും പ്രശ്നമാകും, ആകെപ്പാടെ ക്ഷീണമാകുമല്ലോ എന്ന് പറഞ്ഞു. അത് ഇവിടെ എല്ലാം പനിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അവിടുത്തെ അച്ഛൻ പറഞ്ഞോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്, പക്ഷെ അച്ഛന് പനിയാണ്, അതുകൊണ്ട് അച്ഛൻ വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടു. അപ്പം അങ്ങനെ പിന്നെ ഉച്ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് ഇല്ലേ അവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. എന്തായാലും പിള്ളേർ തലേദിവസം കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ തലേദിവസം ചെല്ലാമെന്ന് ഓർത്തുകൊണ്ടാണ്. ചേട്ടായി വരുന്നെങ്കിൽ ചേട്ടായി കേട്ടോ, എങ്ങനെയാണെന്ന് ഉറപ്പ് എനിക്കറിയത്തില്ല. ചേട്ടായി ഇന്നും രാവിലെ ഇച്ചിരി ഇതാണ് പറയുന്നത്. കാരണം കണ്ണൻ്റെ കടയിൽ ചേട്ടായും കണ്ണനും മാത്രം, അപ്പുറത്ത് ബേക്കറിയിലാണ് കുറേ പിള്ളേരുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചെയ്യും എങ്കിലും ചേട്ടായിക്കൊരു അതുകൊണ്ട് എനിക്കറിയത്തില്ല ചേട്ടായി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തില്ല. എന്തായാലും എനിക്കും പറഞ്ഞുണ്ടല്ലോ ഭയങ്കര ത്രില്ലിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആൾക്കാരെല്ലാം കൂടുകയും ഡാൻസ് കളിക്കും, പാട്ട് കളിക്കും. ഉണ്ണിടന് നല്ല തകർപ്പ പരിപാടിയായിരുന്നു, എല്ലാവരും ഡാൻസ് ആയിരുന്നു. ഇതൊന്നും പറയണ്ട, വൈകിട്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു. ഗാനമേള, അതുങ്ങൾ നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളാണ്, എല്ലാ ചെണ്ടയും അതും ഇതെല്ലാം ആയിട്ട് നല്ല പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു ഉണ്ണിയുടെ കല്യാണത്തിന്. എന്ന് പറഞ്ഞോണക്ക് നമുക്ക് ആ ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അപ്പം നമ്മുടെ ബാക്കിയുള്ള മക്കളുടെ എങ്കിലും ഇങ്ങനെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ പോയി എൻജോയ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ശാന്തകുഞ്ചിൻ്റെ അവിടുത്തെ ആണെങ്കിലും ശാന്തകുഞ്ചിൻ്റെ ചേച്ചിമാരെ, നാത്തൂൻ ചേച്ചിമാരെ എല്ലാം കാണാൻ പറ്റും. ഉണ്ണിയുടെ വൈഫിൻ്റെ വീട്ടുകാരെ എല്ലാവരെയും കാണാൻ പറ്റും. അങ്ങനെ ഒത്തിരി നാൾ കൂടി എല്ലാവരും ഇങ്ങനെ സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന ഒരു ചാൻസാണ് ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ അല്ലേ. ഒരു കൂട്ടായ്മയാണെങ്കിലും കുടുംബമാണെങ്കിലും ഇമ്പമുള്ളതായിരിക്കണം, കുടുംബം ഇമ്പമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഞങ്ങളുടെ എല്ലാ വീട്ടിലും എന്തൊരു പരിപാടി വെച്ചാലും നല്ല താർപ്പും സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളതാണ് കേട്ടോ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് വരെ ഒരു കല്യാണമോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടും ഒരിടത്തും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ സങ്കടങ്ങളോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത്രയും നല്ലൊരു കുടുംബക്കാർ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ അടിച്ചു പൊളിക്കണം, സന്തോഷിക്കണം, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു വലിയ ത്രില്ലിൽ നിൽക്കുന്നത്. പിന്നെ ചേട്ടായുടെ കാര്യത്തിലാണ് ഒരു ഇങ്ങനെ നിൽക്കുന്നത്, അതാണ് എനിക്കൊരു സങ്കടം. ഈ വീഡിയോ വരുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണവും കാര്യങ്ങളും ഇതൊക്കെ ഏകദേശം സെറ്റായി ഞങ്ങൾ അവിടെ ആയിരിക്കും. എന്തായാലും
എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ വേണം. നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ കുഞ്ഞുങ്ങളെ. 32 ദിവസം ഉള്ളു അവന് ലീവ്, അപ്പം തന്നെ തിരിച്ചു പോവും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ആരുടെ കല്യാണമാണെന്നൊക്കെ ഉള്ള കമൻറ്റിനൊക്കെ ഞാൻ ചുമ്മാ ഹാർട്ടിലേക്ക് തന്നെ കൊടുത്തോണ്ടിരുന്നു. ഇത്രയും ദിവസം നിങ്ങളെയൊക്കെ ചുമ്മാ ഒന്ന് പറ്റിക്കാന്ന് എഴുതിക്കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ അവലോട്ടുകൊണ്ടൊന്ന് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആവുന്നതിന് എല്ലാവർക്കും ടാറ്റാ.